ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ? ഓ, ഇതിനകത്ത് നവീൻ വർമ്മയുടെ വക എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടായിരിക്കോ? ആള് കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഒന്ന് നോക്കാം. അപ്പൊ എനിക്കുള്ള പണി ഉറപ്പായി. ഇത്രയും കാലം കൂടെ നടന്നതിന് ഇങ്ങനെ തന്നെ പറയണം സാറേ. എന്താടാ ഈ നേരത്തെ ഒരു കണക്കും കളിയൊക്കെ? അങ്ങനെ അങ്ങോട്ട് ചോദിക്കും സാറേ. 1-2 ദിവസം ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിട്ടാ തറവാട്ടോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ചാടിക്കൽ വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു മിനിറ്റ് ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. എടോ, 1 മിനിറ്റ് താൻ വെറുതെ ഇരുന്നാലേ എന്റെ നഷ്ടം കോടികളാ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ അത് അനുവദിച്ചിരുന്നത്? താൻ അപ്പുറത്തെങ്ങനെ പോട്ടെ, ഇത് വേഗം ചെയ്തു തീർത്ത്. ഓ ആയിക്കോട്ടെ, ഞാൻ പോയേക്കാം. എന്താ നിന്നെ മുത്തശ്ശി വിളിക്കുന്നത്? എന്തിനു? ആ കളം വരച്ച പെൺകുട്ടിയില്ലേ, അവൾക്കെന്തോ പ്രത്യേക സമ്മാനം കൊടുക്കണമെന്ന് അമ്മ കരുതിയിട്ടുണ്ട്. അത് നീയാ ചെയ്യണ്ടേ. ഞാനില്ല. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിലേ ക്യാഷ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം. അതേ നടക്കൂ. അച്ഛൻ ചെല്ലേ. എടാ, മുത്തശ്ശി സമ്മതിക്കില്ല. എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? പറ്റില്ല, നീ തന്നെ ചെയ്യണം. നിനക്ക് വേണ്ടിയാ പൂജ നടത്തിയത്. നിന്റെ കൈകൊണ്ട് ആ കുട്ടിക്ക് ഒരു സമ്മാനം കൂടി കൊടുത്തു കഴിഞ്ഞാലേ അതൊരു പുണ്യപ്രവൃത്തിയാവും. അതിന്റെ കൂലി ദൈവത്തിൽ നിന്ന് നിനക്ക് കിട്ടും. നമ്മൾ പ്രവർത്തിച്ചാലല്ലേ അതിന്റെ കൂലി കിട്ടൂ. അത് ദൈവം തന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ആരും ഒന്നും നേടിയ ചരിത്രമില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, ദൈവത്തിന്റെ കാര്യങ്ങള്, പൂജ, പ്രാർത്ഥന, വഴിപാടുകള്, അതെല്ലാം മുത്തശ്ശിയുടെ ഏരിയയാണ്. അതിലേക്ക് എന്നെ വലിച്ചയക്കണ്ട. ഇതിനിപ്പോ ഒരുപാട് സമയമൊന്നും ചെലവാക്കേണ്ട കാര്യമില്ലല്ലോ. ആ കുട്ടി മുറിയിലുണ്ട്. ചെന്നൊന്ന് വിളിക്കുന്നു, സമ്മാനം കൊടുക്കുന്നു, പോരുന്നു. അത്രേ ഉള്ളൂ. അതിനെന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? എന്നാ നടക്ക്. അമ്മ പറഞ്ഞാലേ കേൾക്കുള്ളൂ അല്ലേ? അമ്മ പറഞ്ഞാലും കേൾക്കും, മുത്തശ്ശി പറഞ്ഞാലും കേൾക്കും. എന്നാ വേഗാവട്ടെ. ഞാനേ മാണിക്കുഞ്ഞിനൊരു ജോലി ഏൽപ്പിച്ചിരിക്കുക. മതിയടാ. നാളെ ഇനി നിശ്ചയത്തിന്റെ സമയത്ത് ഇവൻ ഇനി എന്ത് ബിസിനസ് കൊണ്ട് വരിക എന്നാ എന്റെ പേടി. വാ ഇങ്ങോട്ട്. സർപ്പക്കളം നന്നായതിന്റെ ഐശ്വര്യം മുഴുവൻ നിന്റെ മുഖത്ത് കാണാനുണ്ട്. ഇത് പാരാ? എന്തു പറ്റിയടി? ചതിച്ചു. ആ തറവാട്ടുകാര് മുഴുവനുണ്ട്. അതിനിപ്പോ എന്താ? നീ പോയി വാതിലോർക്ക്. എടി, അയാളുണ്ട്. എന്നെ കണ്ട കുഴപ്പാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വാതില് തുറക്കൂ. അയ്യോ, കുട്ടി, വാതില് തുറക്കാൻ. കുട്ടി, വാതില് തുറക്ക്. എവിടെ കളം വരച്ച കുട്ടി? ആ കുട്ടിയോട് ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. മോളുടെ കുളിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലായിരുന്നോ? ഇല്ല, കുളിക്കണം. എന്നാ പിന്നെ അയാൾ കുളിച്ചായിട്ട് മുത്തശ്ശി, നമുക്ക് പിന്നീട് വരാം. അയ്യോ, കുഴപ്പമില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. തിരുമേനിമാർക്കൊക്കെ കുട്ടിയെ കുറിച്ച് വലിയ അഭിപ്രായമാണ്. കുട്ടി ഉണ്ടായതുകൊണ്ട് മാത്രമാ ഈ നാഗപൂജ ഇത്രയും ഭംഗിയായിട്ട് നടന്നെന്നാ അവരെല്ലാവരും പറയുന്നേ. ഒരർത്ഥത്തിൽ ഞങ്ങളുടെ തറവാടിന്റെ പാരമ്പര്യം തന്നെയാണ് കുട്ടി കാത്തു സൂക്ഷിച്ച. നന്നായി മോളെ. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കുട്ടിക്കായിട്ടുണ്ടാവും. കളരിക്കൽ തറവാടിന് ഇത്രയും നല്ല കാര്യം ചെയ്ത കുട്ടിക്ക് ഞങ്ങളുടെ വക ഒരു സമ്മാനമുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് കളരിക്കൽ തറവാട്ടിൽ സൂക്ഷിക്കുന്നതാ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായത്. ഇതിന്റെ അവകാശി ഇനി മോളാ. സുമിത്രേ, ഇത് കുട്ടിയുടെ കയ്യിൽ ഇട്ടുകൊടുക്കൂ. കൈ നീട്ട്. ഈ വിനയവും ഐശ്വര്യവും എന്നും ഈശ്വരൻ നിലനിർത്തി തരട്ടെ. എന്നാ പിന്നെ മോളുടെ കുളിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കട്ടെ.
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഉം? ശരി. ഔ, ഈശ്വരാ. രക്ഷപ്പെട്ടു. കോളടിച്ചല്ലോ. പാരമ്പര്യ വളയെന്നൊക്കെ പറയുമ്പോഴേ നിസാര വിലയൊന്നും ആയിരിക്കില്ല. ഇതെന്താ വരാത്തെ? മറന്നുപോയോ? മൊത്തത്തില് കൊള്ളാലോ ഇവരുടെ തറവാട്. ഇതെന്താ? ഓ, ഇതിനകത്ത് നവീൻ വർമ്മയുടെ വക എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടായിരിക്കോ? ആള് കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഒന്ന് നോക്കാം. ഉണ്ണി, ദാ വരുന്നു. പോണ്ടേ? ഞാൻ റെഡിയാ. കളം വരച്ചത് നന്നായത് എന്റെ മിടുക്കൊണ്ടാണെന്നാ എല്ലാരും പറയുന്നത്. പക്ഷേ അത് നാഗദേവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം. അവർക്കേ പാല് സമർപ്പിക്കണം, അനുഗ്രഹവും വാങ്ങിക്കണം. പോവാം. വാ. ഹലോ, അവളിവിടെ കാവിനകത്തുണ്ട്. ഒന്നും നോക്കണ്ട, പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും കായലിൽ താഴ്ത്തേക്ക്. ശരി മാഡം. ആരാന്ന് ചോദിച്ചു കേട്ടില്ലേ? എന്താ നിനക്ക് വേണ്ടത്? വേണ്ട, പൊയ്ക്കോ. Go back. Leave me. Leave me. വിടറാ അവളെ. വിടറാ, വിടാനല്ലേ പറഞ്ഞ. സിഗ്നൽ ഇല്ലല്ലോ.